സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. പെൻഗ്വിൻ അതിൻ്റെ കോളനിയിൽ നിന്നും തൻ്റെ കൂട്ടുകാരെ തിരിഞ്ഞ് പെട്ടെന്ന് മഞ്ഞുമലയിലേക്ക് നടന്നു പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് ഓടുന്നില്ല, ഭയപ്പെടുന്നില്ല, വെറുതെ നടന്നു പോവുകയാണ്. 2007 പുറത്തിറങ്ങിയ ഒരു ഡോക്യുമെൻ്ററിയിലെ ഒരു ചെറിയ സീൻ 19 വർഷങ്ങൾക്ക് ശേഷം ഇൻ്റർനെറ്റിൽ വൈറലായിരിക്കുകയാണ്. ഇന്ന് അത് എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നു. ഒരു ചോദ്യം ഇവിടെ ശേഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ പെൻഗ്വിൻ നിശബ്ദമായി നടക്കുന്നത്? ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അസ്വസ്ഥമാകുന്നത്? കാരണം ഇങ്ങനെയാണ്. ആ പക്ഷിയെക്കുറിച്ച് മാത്രമുള്ള ഒരു കാര്യമല്ല. അതിനെ കാണുമ്പോൾ നാം അസ്വസ്ഥമാകുന്നത് ഇത് നമ്മളുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് സ്ട്രാറ്റജീസ് ഉണ്ട്, നമുക്ക് വിജയങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, പ്ലാനുകളുണ്ട്. ഇതൊക്കെ നിറഞ്ഞൊരു ലോകമാണ് നമുക്കുള്ളത്. എങ്കിലും പലപ്പോഴും മുമ്പോട്ടെങ്ങനെ പോകണം, എന്തു ചെയ്യണം, ജീവിതത്തിൽ എങ്ങനെ അർത്ഥങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ ഓർത്ത് തകർന്നിരിക്കുന്നവരാണ് നമ്മിൽ പലപ്പോഴും. പക്ഷെ നമ്മുടെ ഉള്ളിൽ പലർക്കും ഈ സാഹചര്യങ്ങളൊക്കെ നടുവിൽ നാം ഒറ്റപ്പെടലുകൾ അനുഭവിക്കാറുണ്ട്. നമുക്ക് തളർച്ചകൾ ഉണ്ടാകാറുണ്ട്, അർത്ഥശൂന്യതകളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും നാം ആരോടും തുറന്നു പറയാറില്ല. പകരം നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് ജോലി ചെയ്യും. എല്ലാം സുഗമമാണ് എന്ന് നമ്മൾ അഭിനയിക്കും. അപ്പോഴാണ് ഈ പെൻഗ്വിൻ നമ്മുടെ ജീവിതത്തിൻ്റെ ചിത്രത്തിലേക്ക് വരുന്നത്. കാരണം ഒരാളോട് പോലും വിട പറയാതെ ആ സാഹചര്യത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറത്തേക്ക് നടന്നു നീങ്ങുകയാണ് ആ പെൻഗ്വിൻ. ഒന്നും അത് നമ്മോട് ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് അത് ചോദിക്കുന്നില്ല എന്ന് നമുക്കറിയത്തില്ല. ഇതിനെപ്പറ്റി മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മുടെ സ്വന്തം വികാരങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നാണ്. പെൻഗ്വിൻ ഒരു കണ്ണാടി പോലെയാണ്. നമ്മൾ അതിൽ കാണുന്നത് നമ്മുടെ സ്വന്തം ക്ഷീണം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എസ്കേപ്പ് ഫാൻറ്റസി എന്നാണ് പറയുന്നത്. നമ്മിൽ പലരും ഒരിക്കലെങ്കിലും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലേ? എല്ലാം ഉപേക്ഷിച്ച് ഒരു ദിവസമെങ്കിലും വ്യക്തിപരമായ ആരോടും ഒന്നും പറയാതെ വിവരിക്കാതെ നിശബ്ദമായി നടന്നു പോകണമെന്ന്. ഇവിടെ ഇതാ ഈ പെൻഗ്വിൻ കലാപങ്ങൾ ഉണ്ടാക്കുന്നില്ല, പ്രസംഗിക്കുന്നില്ല, ആരോടും പോരാടുന്നുമില്ല. അത് ആ തിരക്കഥയിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് അത് നമ്മെ അസ്വസ്ഥമാക്കുന്നത്? കാരണം നമ്മിൽ പലരും അകത്തു ചെന്ന് അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ ആ പെൻഗ്വിൻ ഈ കാലഘട്ടത്തിൻ്റെ നിശബ്ദതയാണ് ഓർമ്മിപ്പിക്കുന്നത്. ജനുവരി മാസം 20 ഈ പോസ്റ്റ് വീണ്ടും വൈറലായത്. ഇത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ശബ്ദമാണ്. നാം ഒക്കെയും തളർന്നിരിക്കുകയാണ്. നമുക്ക് എന്തു ചെയ്തിട്ടും പലപ്പോഴും ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുവാൻ കഴിയാത്തവരായി തീരുകയാണ്. നമ്മൾ ചിലപ്പോൾ ജീവിതത്തെ പലതും ശൂന്യമാണ് എന്ന് തിരിച്ചറിയുകയാണ്. ഇത് വെറും ഒരു മീൻ അല്ല, ഇത് വെറും ഒരു ജോക്കുമല്ല. നമ്മുടെ ഉള്ളിൽ നമുക്ക് പറയുവാൻ കഴിയാത്ത ഒരു വികാരത്തിൻ്റെ ചിത്രമായി മാറുകയാണ്. യേശു തൻ്റെ മുൻപിലുള്ള ആളുകളോട് ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കാം. വീണ്ടും ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അന്യോന്യം ഭാരങ്ങളെ വഹിപ്പീൻ. മറ്റൊരു ഭാഗത്ത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നമ്മുടെ ജീവിതത്തിലെ വേദനകളെ വഹിക്കുവാൻ, നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്കടുത്തു വരാം. കാരണം നാം ഒറ്റയ്ക്കല്ല. ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം തന്ന വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.